കാനൻ രാജേന്ദ്രൻ മരിച്ചതിനെ തുടർന്ന് CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റിൽ വന്ന ഒഴിവിലേക്കാണ് ഇപ്പോൾ ആനി രാജയെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാനത്തിൻ്റെ മരണത്തെ തുടർന്ന് ഈ ദേശീയ എക്സിക്യൂട്ടീവിൽ വന്ന ഒഴിവിലേക്ക് KP രാജേന്ദ്രനെ ഉൾപ്പെടുത്തുവാനും ഇപ്പോൾ CPI തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഡൽഹിയിൽ ചേർന്ന CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനത്തിന് ഇന്ന് മുതൽ ആരംഭിക്കുന്ന CPIയുടെ ദേശീയ കൗൺസിൽ യോഗം അംഗീകാരം നൽകുന്നതായിരിക്കും. കാനത്തിൻ്റെ മരണത്തെ തുടർന്ന് ദേശീയ സെക്രട്ടേറിയറ്റിൽ വന്ന ഒഴിവിലേക്ക് ഒരു മലയാളി കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ ഉൾപ്പെടുത്തുമെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ പ്രകാശ് ബാബുവിനെ CPIയുടെ മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായിരുന്ന പ്രകാശ് ബാബുവിനെ ഉൾപ്പെടുത്തുമെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ദേശീയ സെൻറ്റർ ആകട്ടെ ആനി രാജയുടെ പേരായിരുന്നു മുന്നോട്ട് വെച്ചത്. ഇത് യോഗം അംഗീകരിക്കാനുണ്ടായത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളും ഈ ആനി രാജയെ ഈ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരണം എന്ന നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ രാജ്യസഭാ സീറ്റ് എന്നതുപോലെ തന്നെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് വന്ന ഒഴിവിലും പ്രകാശ് ബാബുവിന് ഉണ്ടായിരുന്ന സാധ്യതകളെ സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കൾ ഉൾപ്പെടെ ചേർന്ന് വെട്ടിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ദേശീയ എക്സിക്യൂട്ടീവിൽ വന്ന ഒഴിവിലേക്കാണ് KP രാജേന്ദ്രനെ ഉൾപ്പെടുത്തുവാൻ, അത് കേരളത്തിൽ നിന്നുള്ള നേതാവ് തന്നെയാണ് KP രാജേന്ദ്രനെ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ തീരുമാനത്തെ പ്രകാശ് ബാബുവിൻ്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. താൻ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിയല്ല, തനിക്ക് പാർട്ടി അംഗമായി തുടരുവാനാണ് ഇഷ്ടം, ആരുടെയും പിന്നിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആനി രാജയെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സമയത്ത് തന്നെ വന്നിരുന്നു. അതാണിപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് പ്രകാശ് ബാബു പറയുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഈ അദ്ദേഹത്തിനുള്ള അതൃപ്തി വ്യക്തമാണ്. കാരണം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിഗണനയോ അവഗണനയോ ഉണ്ടായിട്ടില്ല എന്ന മുനവച്ചുള്ളൊരു അഭിപ്രായവും പ്രകാശ് ബാബുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രകാശ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടികളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPIക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്.